ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന് പരസ്പരം താങ്ങും തണലുമായി 5 ദമ്പതികൾ. ഫ്ലൈ കൂട്ടായ്മയിലൂടെയാണ് ഈ 5 പേരും തങ്ങളുടെ തുണയെ കണ്ടെത്തിയത്. പരസ്പരം താങ്ങും തണലുമായി ജീവിത വിജയം നേടിയിരിക്കുകയാണിവർ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കുന്ന ഫ്ലൈ കൂട്ടായ്മയിലെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് പുറച്ചേരി കേശവതീരം എന്ന സ്ഥലത്താണ്. ഇവിടെ ഫ്ലൈയുടെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10-18 വർഷമായി ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ഒരു സംഘടനയാണ് ഫ്ലൈ. ഫ്ലൈയിലൂടെ ജീവിതത്തിലൂടെ പറക്കാൻ സാധിച്ച കുറച്ച് ആളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമസ്കാരമുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? സുരേന്ദ്രൻ. പേരെന്താ? ലിജ അല്ലേ? അതായത് ഫ്ലൈയിലൂടെ പരിചയപ്പെടുകയും അവർ പിന്നീട് ജീവിത സഖികളായി കൂട്ടുകയും ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ ഒരു ജോഡിയൊന്നല്ല കേട്ടോ. എത്ര പേരാണുള്ളത് ഇപ്പോൾ ഫ്ലൈയിലൂടെ ഒരുമിച്ച്? എത്ര ആളാണുള്ളത്? 5 പേരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. വീട് എവിടെയാണ്? ഞാൻ ജനിച്ചത് പറഞ്ഞൊക്കെ കണ്ണാടിപ്പുറം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ തളിപ്പറമ്പിൽ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 8 വർഷമായി അല്ലേ? ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? തളിപ്പറമ്പിൽ അല്ലേ? ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? തളിപ്പറമ്പിൽ തന്നെ അല്ലേ? വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ടല്ലേ? വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ചിത്രകാരനാണ് അല്ലേ? ചിത്രങ്ങൾ വരയ്ക്കും, എക്സിബിഷൻ നടത്തും. അതിലൂടെ കണ്ടെത്തുന്നുണ്ട് അല്ലേ? എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആള് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. പേരെന്താ? റഹീമ. എന്റെ പേരെന്താ? എവിടെയാ വീട്? എവിടെയാ? പുതിയങ്ങാടിയിലാണ് അല്ലേ വീട്? ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? പുതിയങ്ങാടിയിൽ തന്നെ താമസിച്ചു പോകുന്നത്. എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? 2021 ജൂലൈ 18-ലാണ് പരിചയപ്പെട്ടത് അല്ലേ? കൃത്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പരിചയപ്പെട്ടു. എപ്പോഴാണ് പരിചയപ്പെട്ടത്? നമ്മൾക്ക് ഒരാൾ കൊണ്ടുതരുന്നത് നമ്മളെ ബഷീർക്ക. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. വളരെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അല്ലെ? വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോകുന്നുണ്ട് അല്ലെ? എന്തായാലും നമുക്ക് അടുത്ത ആള് കൂടെ പരിചയപ്പെടാം. പേരെന്താ? കവിത. പേര് കേട്ടാല് കവിത ചൊല്ലുന്നു തോന്നുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട് പാടും അല്ലേ? അപ്പൊ ചേട്ടന്റെ പേരും കൂടെ നമുക്ക് ചോദിക്കാം. ബിജു അല്ലേ? അപ്പൊ ബിജു ഏട്ടാ, ആദ്യം നമുക്ക് കവിത ചേച്ചിയുടെ 2 വരി പാട്ട് കേൾക്കാം. ചന്ദനം ചാത്തിയ ഹേമന്ത നീല നിശീദിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്നേഹവതേ നിന്റെ ചുടിയണയിൽ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷം. 2016 നവംബർ 27. ഫ്ലൈയിൽ വെച്ചിട്ടാണോ പരിചയം? നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. 6 വർഷത്തോളം. അങ്ങനെ അത് നമ്മളുടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് 2 വീട്ടുകാരും 2 വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാണ് അല്ലെ? ജീവിതത്തിൽ നമ്മൾ ഒരു ഘട്ടത്തിലും തളരാതെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രശ്നത്തില് ബന്ധം ഏർപ്പെടുന്ന ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ? ചേട്ടനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലെ? അടിപൊളിയായിട്ട് പോകുന്നു. നമ്മൾ 10-15 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കൾ ക്യാമ്പ് തുടങ്ങിയ ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞ് പിന്നീട് ക്യാമ്പിൽ വന്നു. ഒരു 5-6 വർഷം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് നേരെ ജീവിതത്തിലേക്ക് ആക്കിയാലോ തീരുമാനിച്ചു. ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഹാപ്പിയാണ് അല്ലെ? നമുക്ക് സമയം പരിമിതി ഉള്ളത് കൊണ്ടാണ് അടുത്ത ആളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് പ്രണവേ. കാരണം ഇദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ ഞാനും സുരേഷും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? മാടായി സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. സുരേഷ് അസുഖമായിട്ട് എങ്ങനെയായിരുന്നു സുരേഷ് ഈ തെങ്ങ് കയറ്റായിരുന്നു ജോലി. അപ്പോൾ ഒരിക്കൽ തേങ്ങ ഇടാൻ പോയപ്പം ഒരു അപകടം പറ്റി. തെങ്ങിൽ നിന്ന് വീണ് നട്ടലിന് കെട്ടുമായിരുന്നു. 1999-ലാണ് സംഭവിച്ചത്. ഏപ്രിൽ 10-ന് നട്ടലിന് പറ്റി. കുറേ കാലം കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ആദ്യം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനെ ഫ്ലൈ എന്നൊരു സംഘടന ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ 2010-ൽ ഫ്ലൈയിൽ വരാൻ തുടങ്ങി. അവിടെ മുതൽ ഇന്ന് വരെ എല്ലാ കൊല്ലവും ഫ്ലൈ ക്യാമ്പിന് ഉച്ചയായി 3 ദിവസം ഞാൻ പങ്കെടുത്തു. എന്തായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ ദിവസം ഇവിടെ എത്തിയിരിക്കും.
അങ്ങനെയാണ് ഫ്ലൈയിലൂടെയാണ് നമ്മുടെ കൂട്ടുകാരിയെ, ചെറിയ ദൂരം എന്നല്ല, കൊടുങ്ങല്ലൂരാ വീട് അല്ലേ? മഞ്ജു അല്ലേ? വീട് സ്വന്തം സ്ഥലം എവിടെയാ? കൊടുങ്ങല്ലൂർ. ആ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷമായി അല്ലെ? നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ? രണ്ടാളും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് നിങ്ങളുടേതായ വരുമാനം കണ്ടെത്തുന്നുണ്ട് അല്ലെ? എനിക്ക് പറയാനുള്ളത്, സുരേഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപകട സമയത്ത് ഞാൻ സുരേഷിനെ അപകടം കഴിഞ്ഞ് കാണാൻ പോയപ്പോൾ ഏറെ വിഷമത്തിലായിരുന്നു അന്ന് സുരേഷ്. സുരേഷ് എന്നോട് പറഞ്ഞു, നികേഷേ, എനിക്ക് ഒരു പക്ഷെ മരിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ കാണുമ്പോൾ സുരേഷിന്റെ മുഖത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലെ? ഇനി നമുക്ക് മരിക്കണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒരു 2 ജന്മം ഉണ്ടെങ്കിൽ കൂടെ ജീവിക്കണം അല്ലെ? വീട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അല്ലെ? ഫ്ലൈയുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അല്ലെ? ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ നമുക്ക് അടുത്ത ആളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? അനീഷ് അല്ലെ? പേരെന്താ? രജുല അല്ലെ? വീട് എവിടെയാ? പയ്യന്നൂർ അല്ലെ? ആലക്കാടാണല്ലേ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അടിപൊളിയാണ് അല്ലേ? വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു ദിവസം എത്ര ലോട്ടറി വിൽക്കും? ആ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലേ? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ലോട്ടറി തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ലോട്ടറിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഫ്ലൈയിൽ വന്നതിന് ശേഷമാണോ പരിചയപ്പെട്ടത്? അതിനുശേഷമാണ് കല്യാണം കഴിച്ചത് അല്ലേ? എത്ര വർഷമായി പരിചയപ്പെട്ടിട്ട്? 4-5 വർഷമായില്ലേ? 5 വർഷമായി അല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾക്കിടയിൽ തളർന്നു പോകുന്നവരാണ് നമ്മൾ. എന്നാൽ ജീവിതം ഇവരെ പഠിപ്പിച്ചത് ഏറെ മുന്നോട്ട് പോകാം. ഇപ്പോഴും കൈപിടിച്ച് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഇവരെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.